എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ ഫുട്ബോളിൽ പുതുതായി ആഡ് ചെയ്ത ഒരു കാർഡിൻ്റെ റിവ്യൂ ആണ്. മറ്റാരുമല്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇതിഹാസ താരം സാക്ഷാൽ വെയിൻ റൂണി. ഫ്രീ ആയിട്ട് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ കൊണാമി ഈ കാർഡിന് സ്റ്റാറ്റ് നല്ലോണം കുറച്ചിട്ടുണ്ട്. ഇൻ ഗെയിമിൽ മാക്സിമം റേറ്റിംഗ് കിട്ടുന്നത് ആകെ 101 പക്ഷേ ഈ റേറ്റിങ്ങിന് ഉള്ള പെർഫോമൻസ് ആണോ ഈ പ്ലെയർ തരുന്നതെന്ന് നമുക്ക് നോക്കാം. 19 വയസ്സുള്ള ഫിനോമിനൽ ഫിനിഷിംഗ് ഉള്ള യങ് കാർഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പ്ലേയിങ് സ്റ്റൈൽ ഹോൾ പ്ലെയർ ആണ്. പ്ലേയിങ് സ്റ്റൈൽ ആണെങ്കിൽ മേസിംഗ് റൺ, ലോങ് ബോൾ എക്സ്പേർട്ട്, ലോങ് റേഞ്ചർ, ഇത് മൂന്നുമാണ്. ഭയങ്കര സ്മൂത്താണ് ഈ കാർഡ് യൂസ് ചെയ്യാൻ. ഡ്രിബിൾ ചെയ്ത് കളിപ്പിക്കുന്നവർക്ക് ഒരു മുതൽക്കൂട്ടാവും ഈ കാർഡ്. അത്യാവശ്യം ടൈറ്റ് പൊസിഷനും ബോൾ കൺട്രോളും ബാലൻസും ഉള്ളതുകൊണ്ട് വളരെ സുഖമായിട്ട് പ്ലേയേഴ്സിന് വെട്ടിക്കാനും ഷീൽഡ് ചെയ്യാനും സാധിക്കും. അടുത്ത മെയിൻ അഡ്വാൻറ്റേജ് കിക്കിംഗ് പവറാണ്. വല തുളയ്ക്കുന്ന അടിയാണ് റൂണി അടിക്കുന്നത്. നക്കൽ ഷോട്ട്, റൈസിംഗ് ഷോട്ട്, ലോങ് റേഞ്ച് ഷൂട്ടിംഗ്, ഈ സ്കിൽസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ റൂണീൻ്റെ കാര്യം നിന്ന് വരുന്നതൊക്കെ വെടിയുണ്ടകളാണ്. മറ്റൊരു അഡ്വാൻറ്റേജ് പാസിംഗ് ആണ്. സ്റ്റാറ്റിലുള്ള പോലെയല്ല ഇൻ ഗെയിം പാസിംഗ്. ത്രൂ ബോൾസ്, വൺ ടച്ച് പാസ് ഒക്കെ ഇട്ട് മറ്റ് പ്ലെയേഴ്സായിട്ട് ലിങ്ക് ചെയ്ത് കളിക്കാൻ പെർഫെക്റ്റ് പ്ലെയറാണ് ഈ കാർഡ്. കൂടാതെ വൺ ടച്ച് പാസ് സ്കില്ലും വരുന്നുണ്ട്. പിന്നെ നന്നായിട്ട് കേൾ ചെയ്യാൻ പറ്റുന്നൊരു കാർഡാണിത്. ബോക്സിനുള്ളിൽ വെച്ചൊക്കെ കിട്ടിയാൽ ഒന്ന് കേൾ ചെയ്തിട്ടോ കയറിക്കോളും. കൂടാതെ ലോങ് റേഞ്ച് കേളർ സ്കില്ലും ഉണ്ട്. സെറ്റ് പീസും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു OP ലെവലൊന്നും പ്രതീക്ഷിക്കരുത്. വീക്ക് ഫുഡ് യൂസേജ് ഒക്കേഷണലി ആണെങ്കിലും ആക്യുറസി ഹൈ ആണ്. ഇടംകാലിനും വല തുളയ്ക്കാൻ പറ്റും ഈ കാർഡിന് അൺവേവറിങ് ഫോമാണ്. അതുകൊണ്ട് തന്നെ ഫോം ഔട്ട് അങ്ങനെ ആവില്ല. പക്ഷേ ഞാൻ കളിച്ച ഒരു കളി പോലും ആശാനെ എക്സലൻറ്റ് ഫോമിൽ കണ്ടിട്ടില്ല. ഭൂരിഭാഗം കളികളിലും ഗുഡ് ഫോം ആണ്. മേലോട്ടുമില്ല, താഴേക്കുമില്ല. നന്നായിട്ട് പ്രസ് ചെയ്യാനുള്ള കഴിവും ട്രാക്ക് ബാക്ക് സ്കില്ലും മറ്റൊരു അഡ്വാൻറ്റേജാണ് ഈ കാർഡ് പക്ഷേ ചിലർക്കേ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ. അതിന് പ്രധാന കാരണം ഇത് വലിയ ഒരു പറക്കുന്ന കാർഡല്ല എന്നുള്ളതാണ്. ഒരു കൗണ്ടർ വരുമ്പോൾ അടിച്ചു കയറുമെങ്കിലും സ്പീഡ് കുറവ് കാരണം ഡിഫൻഡർ വന്ന് പിടിച്ചിടാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് തീരെ സ്പീഡിലൊന്നുമില്ല. നിങ്ങൾ എപ്പോഴും ത്രൂ ബോൾ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ സ്പീഡിൽ ഓടിച്ച് കയറ്റിയാൽ ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും. ഹെഡിങ്ങിലും ജമ്പിലും ഒക്കെ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്നവർക്കും ഈ കാർഡ് നിരാശയാവും ഫലം. 176 സെൻറ്റിമീറ്റർ ഹൈറ്റേ ഉള്ളൂ ഈ കാർഡിന്. അതുകൊണ്ട് തന്നെ ക്രോസ് ഇട്ട് കളിക്കുന്നവർക്ക് അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല ഈ കാർഡ്. ഫിസിക്കൽ കോൺടാക്ട് തീരെയില്ല. ടൈറ്റ് പൊസിഷനും ബാലൻസും വെച്ചാണ് ഈ കാർഡ് പെർഫോം ചെയ്യുന്നത്. കാർഡിൻ്റെ പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫിനിഷിംഗ് ആണ്. 88 ഫിനിഷിംഗ് വരുന്നത്. ഫിനോമിനൽ ഫിനിഷിങ്ങും അക്രോബാറ്റിക് ഫിനിഷിങ്ങും ഉണ്ടെങ്കിലും ഈ ഫിനിഷിങ്ങിൻ്റെ കുറവ് കാരണം ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫിനിഷിംഗ് കിട്ടുന്നില്ല. പലതും ബാറിൽ അടിച്ചു പോകും, അല്ലെങ്കിൽ ഗോളിയുടെ കയ്യിൽ ചെന്ന് കയറും. ഫിനിഷിങ്ങിൻ്റെ ഈ കുറവ് കാരണം കിക്കിംഗ് പവറിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ലോങ് റേഞ്ചർ അടിക്കുമ്പോൾ കിട്ടാതെ പോകുന്നുമുണ്ട്. പിന്നെ സ്റ്റണ്ണിങ് ഷോട്ടൊക്കെ അടിക്കുമ്പോൾ വല്ലാതെ ടൈം എടുക്കുന്നുണ്ട്. ഫിനിഷിംഗ് കുറവുള്ള പ്ലേയേഴ്സിന് ഇത് പൊതുവേ കാണാറുണ്ട്. കാലൊക്കെ പൊക്കി വരുമ്പോഴേക്കും ഡിഫൻഡേഴ്സ് വന്ന് ബോൾ എടുത്തുകൊണ്ട് പോകും. ഏത് നേരം ഓടിക്കൊണ്ടിരിക്കുന്ന പ്ലെയർ അല്ല റൂണിയുടെ ഈ കാർഡ്. കൗണ്ടർ തുടങ്ങുമ്പോൾ തന്നെ നന്നായിട്ട് അടിച്ചു കയറി പോകുമെങ്കിലും അധിക സമയം ഒന്ന് നിന്ന് ബോൾ വാങ്ങിച്ച് മറ്റ് പ്ലെയേഴ്സിന് കൊടുത്ത് ലിങ്ക് ചെയ്ത് കളിക്കാനാണ് ഈ പ്ലെയർ നോക്കുന്നത്. ഒരു ഹോൾ പ്ലെയർ കാർഡ് ആണ് ഇത്. ഒരു ഗോൾ പോച്ചർ ഓടി ബോൾ എടുക്കുന്ന പോലെ നമ്മൾ പ്രതീക്ഷിക്കരുത്. CF, SS എന്നീ പൊസിഷൻസ് ആണ് ഈ കാർഡിന് വരുന്നത്. പൊസിഷൻ ബൂസ്റ്റർ കൊടുത്ത് AMFലും മാക്സിമം റേറ്റ് ആക്കാൻ പറ്റും. SS ഇടുമ്പോൾ പ്ലെയർ ഒന്ന് ഇറങ്ങി നിന്ന് ബോൾ വാങ്ങി മറ്റേ പ്ലെയറിന് കൊടുത്ത് സപ്പോർട്ട് ചെയ്തേ കളിക്കുകയുള്ളൂ. അധികം കയറി പോകുന്നത് കാണാറില്ല. AMF ഇടുമ്പോൾ ഈ കാർഡ് ഡീപ്പായിട്ട് ഇറങ്ങി വരും. പലപ്പോഴും CBൻ്റെ ഒക്കെ അവിടെ വന്ന് നിൽക്കാറുണ്ട്. പക്ഷേ ഒരു മിഡൊക്കെ കഴിഞ്ഞാൽ നന്നായിട്ട് അടിച്ചു കയറി ബോക്സിലേക്ക് കയറുന്നുമുണ്ട്. ലോങ് റേഞ്ചർ എബിലിറ്റിയും സ്പീഡും AMFൽ ഈ കാർഡിന് ഗുണം ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി CFൽ തന്നെയാണ് ഈ കാർഡ് നന്നായിട്ടുള്ളതെന്ന് തോന്നിയിട്ടുണ്ട്. സിംഗിൾ CF ഫോർമേഷൻ ആണെങ്കിൽ ഒരു ഫാൾസ് 9 ആയിട്ട് ഈ കാർഡ് സെറ്റാണ്. 2CF ഫോർമേഷൻ ആണെങ്കിൽ അപ്പുറത്ത് നന്നായി ഓടുന്ന ഒരു CF ഉണ്ടെങ്കിൽ ഈ കാർഡിന് നല്ല രീതിയിൽ ലിങ്ക് ചെയ്ത് കളിക്കാൻ പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സ്പീഡി CFനെ അപ്പുറത്ത് ഇടാൻ നോക്കുക. ത്രൂ പാസിങ്, ഡബിൾ ടച്ച്, പിന്നെ ഏതെങ്കിലും ഡ്രിബ്ലിംഗ് സ്കില്ല്, ഇതൊക്കെ കൊടുത്താൽ നന്നായിരിക്കും ഈ കാർഡിന്. ഏതൊക്കെ ടൈപ്പ് യൂസേഴ്സിനാണ് ഈ കാർഡ് ഫിറ്റ് ആവുന്നത് നമുക്ക് നോക്കാം. മറ്റ് കളിക്കാർക്ക് സപ്പോർട്ട് കൊടുത്ത് ലിങ്ക് ചെയ്ത് പാസ് ഇട്ട് കളിക്കുന്ന യൂസേഴ്സിന് ഈ കാർഡ് പെർഫെക്റ്റ് ഓപ്ഷനാണ്. നന്നായിട്ട് ഡ്രിബിൾ ചെയ്ത് കളിക്കുന്നവർക്കും ഈ കാർഡ് ഒരു ജെമ്മായിരിക്കും. പിന്നെ നിങ്ങളൊരു യുണൈറ്റഡ് ഫാനാണോ, ഒരു റൂണി ഫാനാണോ, നിങ്ങൾക്ക് ഈ കാർഡ് ഇഷ്ടപ്പെടും. ഓവറോൾ സ്റ്റാറ്റിലെ കുറവ് ഗ്രൗണ്ടിൽ കാണിക്കാത്ത നല്ലൊരു ടോപ്പ് ലെവൽ കാർഡ് തന്നെയാണിത്. ഒരു യുണീക്ക് ആയിട്ടുള്ള കാർഡ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിലും ധൈര്യമായിട്ട് എടുത്തോളൂ.